നമസ്കാരം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് താഴെ ഒരു വിഭാഗം തെറി വിളിക്കും എന്നെനിക്ക് ഉറപ്പാണ്. എന്നെ പൊങ്കാലയിടുമെന്ന് ഉറപ്പാണ്. എന്നെ വർഗീയവാദിയാക്കും എന്നുറപ്പാണ്. പക്ഷെ എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരത്തിൽ സംസാരിക്കുന്ന യൂട്യൂബേഴ്സോ മറ്റ് ചാനലുകളോ അധികം കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അഭിപ്രായം പറയേണ്ടി വരുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്നതുകൊണ്ടും ഇന്ത്യ ഒരു മതേതര രാജ്യമായതുകൊണ്ടും ഈ അടുത്ത കാലത്തായി മതഭ്രാന്ത് മൂത്ത ചില തീവ്രവാദികൾ, ഞാൻ അവരെ അങ്ങനെ തന്നെയാണ് സംബോധന ചെയ്യുന്നത്, അവർ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു വാർത്ത ന്യൂസ് 18 ഇന്ന് ഞാൻ വായിച്ചിട്ടുള്ള ഏപ്രിൽ 23 2:36 പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളതൊന്ന് പറയാം. പഹൽഗാമിലെ ബൈസരൻ താഴ്വരയ്ക്ക് സമീപം നടന്ന മാരകമായ ഭീകരാക്രമണത്തിൽ പിടിക്കപ്പെട്ടവരിൽ അസം സർവകലാശാലയിലെ ബംഗാളി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ദേബാശിസ് ഭട്ടാചാര്യയും ഉൾപ്പെടുന്നു. അതിജീവനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗ്യത്തിന്റെയും ആകത്തുകയാണ് അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാൻ കിട്ടിയ അവസരം. ആ ഭയാനകമായ നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹം ന്യൂസ് 18 അസമിനോട് വിവരിച്ചു. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ഒരു മരത്തിനടിയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എന്റെ ചുറ്റും ആളുകൾ കലിമ ചൊല്ലുന്നത് കേട്ടു. ഭട്ടാചാര്യ പറഞ്ഞു, ഞാനും അത് ചൊല്ലാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു തീവ്രവാദി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് എന്റെ അടുത്ത് കിടന്നിരുന്ന വ്യക്തിയുടെ തലയിൽ വെടിവെച്ചു. തോക്കുധാരി പിന്നീട് ഭട്ടാചാര്യയുടെ നേരെ തിരിഞ്ഞു. അയാൾ എന്റെ നേരെ നോക്കി എന്തു ചെയ്യുകയാണ് എന്ന് ചോദിച്ചു. ഞാൻ കൂടുതൽ ഉച്ചത്തിൽ കലിമ ചൊല്ലി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടോ അയാൾ തിരിഞ്ഞു നടന്നു. അവസരം ലഭിച്ചപ്പോൾ പ്രൊഫസർ നിശബ്ദമായി എഴുന്നേറ്റ് ഭാര്യയും മകനെയും കൂട്ടി ഓടിപ്പോയി. ഞങ്ങൾ മലമുകളിലേക്ക് കയറി ഒരു വേലി മുറിച്ചു കടന്ന് ആ വഴിയിലെ കുതിരകളുടെ കുളമ്പടിപ്പാടുകൾ പിന്തുടർന്ന് ഏകദേശം 2 മണിക്കൂറുകളോളം നടന്ന് ഒടുവിൽ കുതിരയുമായി നിൽക്കുന്ന ഒരു സവാരിക്കാരനെ കണ്ടുമുട്ടി താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതാണ് ആ വാർത്ത. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തീവ്രവാദി അക്രമങ്ങൾ, അതായത് ഒരു വിഭാഗം, കാശ്മീരിലെ ഒരു വിഭാഗം ഹിന്ദു സഹോദരങ്ങളെ മുസ്ലിം നാമധാരികൾ, ഞാൻ അതങ്ങനെ പറയുന്നത് ഒന്നുകിൽ അവർ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കാം, അതല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥരായിട്ടുള്ള ഒരു വിഭാഗം മുസ്ലിം വേഷം ധരിച്ചു വന്നവരായിരിക്കാം. കാരണം അതൊക്കെ സംഭവിക്കാന്ന് പറയുന്നത് ഇതിനു മുമ്പ് പല ക്ഷേത്രങ്ങളിലും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, പല പള്ളികളിലും വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അതുപോലെ മറ്റു പലയിടങ്ങളിലും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് പിടിക്കുമ്പോൾ ഏതൊക്കെ വിഭാഗമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവിടെ മനഃപൂർവ്വം ചില സാമുദായിക ധ്രുവീകരണം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വർഗീയത അത് വളർത്താൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ കാശ്മീരിൽ നടന്നിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ, ഒരു വിഭാഗം തീവ്രവാദികൾ, അവർ മുസ്ലിങ്ങളാണ്, മുസ്ലിം വിഭാഗം തന്നെയാണ് എന്ന് ഇരിക്കട്ടെ, അവർ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ അവർ ചെയ്തത് തീവ്രവാദമാണ്. 1% പോലും ന്യായീകരിക്കാൻ പറ്റില്ല. അവർ ഹിന്ദു സഹോദരങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ വെറുതെ വിടുക അല്ലെങ്കിൽ ഹിന്ദുക്കളെ മാത്രം കൊല്ലുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതനിരപേക്ഷതയെ അല്ലെങ്കിൽ സാഹോദര്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് എല്ലാവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ചെയ്യുമ്പോൾ മാത്രം അതൊരു വലിയ വിഷയവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ദേശസ്നേഹവും ആയി മാറുന്നിടത്താണ് വിഷയം. ഇവിടെ കലിമ ചൊല്ലിയില്ലെന്നുണ്ടെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലും എന്ന് പറയുന്നത് പക്കാ തീവ്രവാദമാണ് എന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥരെ കൊണ്ട് ജയ് ശ്രീമാൻ വിളിപ്പിക്കുന്നതും ഇതേ തീവ്രവാദം തന്നെയാണ്. അതുകൂടി ചേർത്ത് പറയണം. അല്ല എന്നുണ്ടെങ്കിൽ അവനെ തല്ലിക്കൊല്ലും. ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള ചില വീഡിയോകള് ഏതോ ഒരു കുടുംബം, അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ഏത് കുടുംബമാണോ എന്ന് എനിക്കറിയില്ല, ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ച് താമസിക്കുന്ന ഒരു കുടുംബം, അവരൊരു കോഴിക്കറി വെക്കുന്നു. ഒരു വിഭാഗം ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് അവിടെ ചെന്ന് ആ കോഴിക്കറിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളഞ്ഞിട്ട് അവരെടുത്തിട്ട് അടിക്കുന്നു, അവർ കൂടാരം പൊളിച്ചു കളയുന്നു. അത്തരത്തിൽ ചില വീഡിയോകൾ കണ്ടു. അതുപോലെ മറ്റു ചിലയിടങ്ങളിൽ ചിലരെ തടഞ്ഞു നിർത്തി മറ്റു മതസ്ഥരെ കൊണ്ട്, എസ്പെഷ്യലി മുസ്ലിം വിഭാഗത്തെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുന്നത് കണ്ടു. ഇല്ലെങ്കിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയില്ല, ഒരുപക്ഷെ കൊന്നു കളഞ്ഞേക്കാം. എന്നാൽ ഹിന്ദുവും മുസൽമാനും അല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ കണ്ടു. വളരെ കണ്ണിന് ഹൃദയഭേദകമായ അവസ്ഥ. ഒരു പെൺകുട്ടി മുട്ടുകാലിൽ തലയിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരാൾ വന്ന് ഒരൊറ്റ ചവിട്ടാണ്, തൊഴിച്ചു വീണു. വീണ്ടും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. അത് കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ, മൈത്തേ വിഭാഗത്തിൽപ്പെട്ട കുറെ യൂണിഫോം ധാരികളായിട്ടുള്ള ചിലർ വന്ന് ചെയ്ത പണിയാണ്. ഒരു മനുഷ്യനാണ് എന്ന യാതൊരു പരിഗണനയും ഇല്ലാതെ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഇനി കുക്കി ആയാലും മേത്തയായാലും ആരായാലും ഇവിടെ മറ്റുള്ളവരെ കൊന്നു തള്ളുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സംസാരിച്ചു വരുമ്പോൾ ചിലർക്കത് ദഹിക്കില്ല എന്ന്. ഇവിടെ ജയശ്രീരാം വിളിപ്പിക്കുന്നതും അതുപോലെ കലിമ ചൊല്ലിയിലേക്ക് കൊന്നു കളയുന്നതും
കുക്കി മേത്തി വിഭാഗത്തിലെ സംഘർഷവും അതുപോലെ ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കേണ്ടത് ചില രാഷ്ട്രീയ മേലധികാരികളുടെ മേലാളന്മാരുടെ നിലനിൽപ്പിന് ആധാരമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കാശ്മീരിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതായാലും വിഭാഗം അവർ വിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥരെ കൊല്ലില്ല, ഒരു ഖുർആാനും അത് പഠിപ്പിക്കുന്നില്ല. വെറുതെ ഖുർആന്റെ പെരടി കയറുന്ന കണ്ടിട്ടുണ്ട്. ഖുർആൻ വെട്ട് കൊല്ലുന്ന മതമാണ്, അല്ലെങ്കിൽ പുസ്തകമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. അതൊക്കെ വെറും പ്രചരണം മാത്രമാണ്. അത് ഖുർആൻ വായിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഖുർആൻ പറയുന്നത് മറ്റു മതസ്ഥരെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ജീവിക്കട്ടെ, നീ നിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്ക്, നീ അവനാകാൻ നോക്കണ്ട, അവനെ നിന്നെ ആക്കാനും നോക്കണ്ട എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി പറയുന്നത്. അത് ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുവും മുസൽമാനും തമ്മിൽ അടിക്കൂല. അങ്ങനെ തമ്മിൽ അടിക്കൽ പലരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പക്ഷത്തെ കൊണ്ട് തന്നെ ഹിന്ദു പക്ഷത്തെ അടുപ്പിക്കണം, എന്നാലല്ലേ അവിടെ ഒരു തമ്മിലടി ഉണ്ടാകുള്ളൂ. അപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്ത് ആരാണ് എന്നുള്ളത് പിന്തിരിഞ്ഞു നോക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അത് ഹിന്ദു മുസൽമാനെ ജയ്ശ്രീറാം വിളിപ്പിച്ചു കഴിഞ്ഞാലും മുസൽമാൻ ഹിന്ദുവിനെ കലിമന്റെ പേരിൽ കൊന്നാലും രണ്ടിന്റെയും മൂലചക്രം ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്. തമ്മിലടിച്ചെങ്കിലേ പറ്റുള്ളൂ. അതായത് സഹോദരങ്ങൾ തമ്മിലടിക്കണം, രണ്ടും രണ്ട് ചേരിയിൽ നിൽക്കണം. ഇവിടുത്തെ ഹിന്ദു മുസൽമാനും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അവസ്ഥ എന്താവും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ തമ്മിലടിക്കണം, തമ്മിലടിച്ചുകൊണ്ട് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കണം. വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പൊ കേരളത്തിലേക്കും വന്നിട്ടുണ്ട്. കേരളത്തിലും ഇപ്പോ കാശ്മീരിലെ ഈ ഒരു മരണം, ഈ ഒരു കിരാത നടപടി, ഭീകരപ്രവർത്തനം ഇത് നടന്ന ശേഷം ഇവിടെയും പലരും സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ മുഴുവൻ മുസ്ലിങ്ങളെയുമാണ് ആക്ഷേപിക്കുന്നത്. ഏതെങ്കിലും തീവ്രവാദികൾ എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് ഇന്ത്യയിലെ ബാക്കിയുള്ള ഇന്ത്യയുടെ മതേതരത്വത്തെ, ഇന്ത്യൻ സഹോദര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ബാക്കിയുള്ള മുസ്ലിങ്ങൾ എന്ത് പഠിച്ചു? അതുപോലെ തന്നെ ഇവിടെ ചിലര് ജയ ശ്രീറാം വിളിപ്പിക്കുന്നുണ്ട്, അത് മറ്റു പലരെയും വിളിപ്പിക്കുന്നുണ്ട്. ശ്രീരാം വിളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊല്ലുകയാണ്. കുറെ കൂട്ടം ആൾക്കാർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അവരെ പിടിച്ചിട്ട് ജയ ശ്രീറാം വിളിപ്പിക്കുകയാണ്. പക്ഷെ അതിന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമാധാനപൂർവ്വം സാഹോദര്യത്തോടെ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ബാക്കിയുള്ള ഹിന്ദു സമൂഹം, വളരെ വലിയ സമൂഹം, അവരെന്തു പഠിച്ചു? ഇതിനൊക്കെ ഈ പറയുന്ന വലിയ വിഭാഗം കൂടി പഴി കേൾക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരെ കൂടി രംഗത്തേക്ക് ഇറക്കുന്നു, അവരിൽ കൂടി വിഷം കുത്തിവെക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു 10-20 വർഷം മുമ്പ് ഇത്തരത്തിൽ യാതൊരു സംസാരം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തിന് ഇപ്പുറം അത് സംസാരം കൂടി വരുന്നുണ്ടെങ്കിൽ അപകടമാണ്, ചിന്തിക്കണം. ഇന്ന് കാശ്മീരിലെ ഈ അപകടം നടന്ന ശേഷം കേരളത്തിൽ വരുന്ന ഏതെങ്കിലും മുസ്ലിം നാമധാരിയുടെയോ എന്തെങ്കിലും ഒരു വിഷയം, ഇതുമായിട്ട് ബന്ധപ്പെടാത്ത എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിന് താഴെ വന്ന് ഹിന്ദു നാമധാരികൾ വിഷവാചകങ്ങൾ എഴുതി വെക്കുന്നത് കാണുന്നുണ്ട്. അവർ വളരെ വിഷം തുളുമ്പുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വയസ്സായ ഒരു തന്ത എഴുതിയൊരിത് കണ്ടു. അത് ഒരു സഹോദരന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ ചോര വളരുന്നുണ്ടാവുന്നു. എത്രത്തോളം മലിനമായിരിക്കുന്നു അവരുടെ മനസ്സ്, എത്രത്തോളം ക്രൂരനായിരിക്കുന്നു, എത്രത്തോളം തീവ്രവാദം അവരുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു എന്നതാണ് അതിന് മനസ്സിലാകുന്നത്. ഇതൊന്നും ഇല്ലായിരുന്നു കേരളത്തിൽ കുറച്ചു കാലം മുമ്പ് ഇവിടെ എന്തൊക്കെ വടക്കേന്ത്യയിൽ എങ്ങനെയൊക്കെ നടന്നാലും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടോ വിവരത്തിന്റെ കുറവ് കൊണ്ടോ അവർ ജാതിയുടെ മതത്തിന്റെ പേരിൽ എങ്ങനെ തമ്മിലടിച്ചാലും അത് ഹിന്ദുവും മുസ്ലിമും ഒക്കെ കണക്കാണ്. അവിടെ ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ അടിക്കുന്നില്ല എന്ന് പറയാനും പറ്റൂല. അത് ഹിന്ദു മുസ്ലിം എന്ന രീതിയിലല്ല, അവർ രണ്ട് വിഭാഗങ്ങൾ അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും. അത് ഇവിടെ എത്തുമ്പോൾ അത് ഹിന്ദു മുസ്ലിമായി മാറും, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ കൂടി കലാപാന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ വയോവൃദ്ധനെ പോലെയുള്ള പലരിലും വിഷം കലർന്ന് അവർ ഈ നമ്മുടെ സംസ്ഥാനത്ത് പോലും ഏറ്റവും വലിയ വിഷവിത്തുക്കളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ മോശം കമന്റുകൾ എഴുതുന്നത് ഹിന്ദു സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ഹിന്ദു സഹോദരങ്ങളുടെ പേരിലാണ്. ആ എഴുതുന്ന ആളിന്റെ പിന്നിൽ ഒരുപക്ഷെ ഒരു മുസ്ലിം നാമധാരി ആയിരിക്കാം, അവൻ ഹിന്ദു പ്രൊഫൈലായിരിക്കും എഴുതുക. അവന്റെ ഉദ്ദേശം തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ താഴെ ഓപ്പോസിറ്റ് വിഭാഗത്തെ കൊണ്ട് കമന്റ് എഴുതിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഉണ്ടല്ലോ, സത്യത്തിൽ ഒരു വലിയ അപകടമാണ്. നമ്മുടെ ഈ രാജ്യത്തെ അതിവേഗം നാശത്തിലേക്ക് കൊണ്ടുപോകാനേ ഉപകരിക്കുള്ളൂ. മറ്റെല്ലാ രാജ്യങ്ങളും ലോകരാജ്യങ്ങളെല്ലാം വളരെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളരെ വലിയ വളർച്ച നേരിട്ടുകൊണ്ട് വലിയ രീതിയിൽ പോകുമ്പോൾ ഇവിടെ ഈ രാജ്യത്ത് അവനവന്റെ മതവും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനവന്റെ വിശ്വാസ സംഹിതകളും കൊണ്ട് അവനവൻ ജീവിക്കുന്നതിന് പകരം കലിമ ചൊല്ലിയില്ലെന്നുണ്ടെങ്കിൽ അവനെ കൊല്ലുക, ജയ്ശ്രീറാം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊല്ലുക, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചില്ലെങ്കിൽ അവനെ കൊല്ലുക. ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന പോലെ കുക്കി മേത്തി പോലെയുള്ള ഗോത്ര സമൂഹങ്ങൾ ചേർന്ന് നിന്ന് കൊല്ലുക. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുത്സവ പ്രവർത്തനങ്ങളും ചെയ്യുക. എന്നാൽ നമ്മുടെ ഭരണാധികാരികൾ കൃത്യമായി അതിനെ നടപടിയെടുക്കാതെ ഏതെങ്കിലും ഒരു ചേരിയിൽ മാറി നിന്നുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക, ഭരണം നിലനിർത്താൻ അതാണ് മാർഗമെന്ന് ചിന്തിക്കുക. അതേസമയം
ഇതേ വർഗീയതയെ ഇന്ത്യയിലെ കോൺഗ്രസും BJPയും മറ്റുള്ളവരും എല്ലാം ചേർന്ന് ഒരൊറ്റ നിമിഷം വിചാരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം നിർത്താൻ സാധിക്കും. ഈ പറച്ചിലൊന്ന് അവസാനിപ്പിച്ചാൽ മതി. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹിന്ദു മുസൽമാനും ഒന്നും തമ്മിലടിക്കുന്നില്ല. അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലടിക്കുന്നു. ആ തമ്മിലടിക്കുന്നതിനെ ഒരു ഹിന്ദു മുസ്ലിം സംഘർഷമാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുവിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഇവിടെ കാശ്മീരിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഉണ്ടാക്കിയപ്പോൾ, ഒരു ഭീകരപ്രവർത്തനം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പേരിൽ മുഴുവൻ മുസ്ലിങ്ങളും കുറ്റം പറയുന്നതിനെ 100% എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ നിരപരാധിയായ ആൾക്കാരെ അവരുടെ പ്രാർത്ഥനയും അവരുടെ വിശ്വാസവും അവരുടെ ജീവിതവും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിക്കാത്തതിന്റെ പേരിൽ നിഷ്കരണം കൊന്നു തള്ളുന്ന അതും തീവ്രവാദമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. ഇവിടെ അത്തരം വികസന പ്രവർത്തനങ്ങളല്ല വേണ്ടത്. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ വികസനം കൊണ്ടൊരു കാര്യമില്ല. മതപരമായിട്ടുള്ള വളർച്ച കൊണ്ട് ഈ ഇന്ത്യക്ക് ഒന്നും ആകാൻ പോകുന്നില്ല. പഴയ ജാമ്പവന്റെ യുഗത്തിലേക്ക് പോകാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന് നമ്മുടെ ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അധികം വൈകാതെ വീണ്ടും ആരാന്റെ ചൊൽപ്പടിയിൽ, ആരാന്റെ കാൽപ്പടിയിൽ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. Different angles. Don't forget to subscribe and support this channel.